അതെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ഹാങ്ങിങ് ഉള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട്, നമ്മൾ എലാസ്റ്റിക് വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പല സൈസിലുണ്ട്, 0.8 ഉണ്ട്, 1 ഉണ്ട്. നമുക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള അതെടുക്കാം. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ലെങ്തിന് ആവശ്യമായിട്ടുള്ളത് അത്രയും നമ്മൾ ലുപ്തിച്ചെടുക്കരുത്, കുറച്ച് കൂടുതൽ വയർ എടുക്കുക, എലാസ്റ്റിക് വയർ എടുക്കുക. എന്നിട്ട് നമ്മളെ ബീഡ്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഡ്സിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ്സ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുമ്പോൾ. കുറച്ച് തീരെ ചെറിയ ബീഡ്സ് ആണെങ്കിൽ നമുക്ക് ഈ എലാസ്റ്റിക് വയറിൽ കയറാൻ പാടാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എലാസ്റ്റിക് വയറാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മീഡിയം ടൈപ്പ് ഏകദേശം കുറച്ച് വലിപ്പമുള്ളത് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ഇടയിൽ നമുക്ക് കോർത്തെടുക്കാൻ പറ്റില്ല. നമ്മൾ കങ്കൂസ് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ലോക്കിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ എലാസ്റ്റിക് വയറിലാണെങ്കിൽ അത് കയറത്തില്ല. ഇതുപോലെ ഒരു ബീഡ്, അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബീഡ്. ഇനി നമുക്ക് അതല്ല, സെൻറ്ററിൽ മാത്രമാണ് കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൊടുത്ത് നമുക്ക് എങ്ങനെ വേണോ ഡിസൈൻ ചെയ്ത് കോർത്ത് ടൈ ചെയ്യാം. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്ര മാത്രമുള്ളത്. കോർക്കുന്ന ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വയറെടുക്കുക, കട്ട് ചെയ്യുക, കോർക്കുക, അത്രയേ ഉള്ളൂ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് അത് ടൈ ചെയ്യുന്നതിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യമായിരിക്കുന്നത്. ടൈ ചെയ്യുന്ന മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതുപോലെ കോർത്തെടുത്ത് കഴിഞ്ഞു. ആദ്യം നമ്മൾ ഒറ്റ ടൈ കൊടുക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം വീണ്ടും അതിൻ്റെ അകത്തൂടെ, അങ്ങനെ 2 പ്രാവശ്യമാണ് അടുത്ത ടൈ. വീണ്ടും ഞാൻ ഒന്നുകൂടെ ടൈ ചെയ്യണം. ഇനി ഇത് എത്ര വലിച്ചാലും അതങ്ങനെ പൊട്ടിയൊന്നും വരത്തില്ല, കണ്ടോ. ആദ്യം ഒരു പ്രാവശ്യം അകത്തൂടെ എടുക്കുക, വീണ്ടും അതിങ്ങനെ ടൈ ചെയ്യുക, അതിൻ്റെ അകത്തൂടെ ഒരു പ്രാവശ്യം കൂടെ എടുക്കുക. എന്നിട്ട് അതിനെ നന്നായി അങ്ങ് ടൈ ചെയ്തങ്ങ് കെട്ടുക. ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മൾ ചിലത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഒറ്റ പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ബാലൻസ് വയറുള്ളത് കട്ട് ചെയ്തങ്ങ് മാറ്റുക. ഇത് എലാസ്റ്റിക് വയറായതുകൊണ്ട് അങ്ങനെ ഇനി പൊട്ടത്തോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കണ്ടല്ലോ. ഇനി വേണമെങ്കിൽ ജസ്റ്റ് അവിടെ കൂടുതൽ വയർ നിൽക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, നമുക്ക് ഉരുക്കിയങ്ങ് മാറ്റാം. ഞാനെൻ്റെ ഒരു ഹാങ്ങിങ് എടുത്തിട്ടുണ്ട്, ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അതിൽ നമ്മുടെ ഗോൾഡൻ ചെയിൻ ഉണ്ടല്ലോ, ഗോൾഡ് ചെയിൻ നമുക്കിതുപോലെ മേടിക്കാൻ കിട്ടും. അതെടുക്കുക. അതിനൊരു നമുക്ക് എത്ര ലെങ്ത് വേണം അതനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ജമ്പിങ് റിങ്, ഇത് ജമ്പിങ് റിങ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. റൗണ്ടിലുള്ള ഒരു ജമ്പിങ് റിങ് എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഒരു എഡ്ജ് അതിലേക്ക് കണക്ട് ചെയ്യുക, അതിനകത്തേക്ക് ഇടുക. ജമ്പിങ് റിങ് ഓപ്പൺ ചെയ്തിട്ട്, കാരണം അതൊരു സർക്കിൾ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, അതിനകത്തേക്കായി. ഇനി അത് ക്ലോസ് ചെയ്യേണ്ട, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, എലാസ്റ്റിക് വയറിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിനങ്ങ് ക്ലോസ് ചെയ്യുക. ജമ്പിങ് നമ്മളെ കൈകൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെ പ്രസ്സറില്ലേ, അത് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് അങ്ങിരുന്നോളും, അത് ഇളകി വരത്തില്ല. തീരെ തിക്നെസ് ഉള്ളത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ എഡ്ജിലേക്ക് ഇതുപോലെ ജമ്പിങ് ഓപ്പൺ ചെയ്യുക. അതിലേക്ക് നമ്മുടെ ഹാങ്ങിങ്, ആദ്യം ഹാങ്ങിങ് ഇടുക. അതിനകത്തേക്ക് ആ ജമ്പിങ് റിങ്ങിൻ്റെ അകത്ത് ഹാങ്ങിങ് കൊടുക്കുക. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റിൻ്റെ ആ ഹാങ്ങിങ്ങിൻ്റെ എഡ്ജ് അതിലേക്ക് കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല വെറൈറ്റിയുള്ള ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നോക്കി, അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.